വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ വൈദ്യുതിയുടെ ലോകം. നമ്മൾ ഇതിൻ്റെ കുറച്ച് നോട്ട് ഒരു ലിങ്കിൽ കണ്ടതാണ്. എന്നാലും കാണാത്തവർക്ക് വേണ്ടി നമുക്ക് അതും കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ. ഇത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് മൊത്തവും തയ്യാറാക്കിയത്. അപ്പം നമ്മുടെ ഫുൾ നോട്ട് ഞാനിത് എഴുതിയിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ പേര് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുടെ ലോകം. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദെയർ ഈസ് എ പവർ ഫെയിലർ? രാത്രിയിൽ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ നമുക്ക് വെളിച്ചം ലഭിക്കാൻ എന്തെല്ലാമാണ് നാം സാധാരണയായി ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? പെട്ടെന്ന് പോയി മെഴുകുതിരി എടുത്തുകൊണ്ട് വരും അല്ലേ? അല്ലെങ്കിൽ പണ്ട് കാലത്തായിരുന്നു ഈ റാന്തലുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റാന്തലുകൾ ഇപ്പോൾ മിക്ക വീടുകളിലും എന്താണ്, ഇൻവേർട്ടറുകളാണ് അല്ലേ? ഇപ്പോൾ സ്പെല്ലിംഗ് അറിയണം. ക്യാൻഡിൽസ് ആർ യൂസ്ഡ്, എമർജൻസി, ഇൻവെർട്ടർ. ഞാൻ 3 പേര് എഴുതുള്ളൂ, കാരണം ചെറുത് നോക്കിയൊക്കെ എഴുതുന്നത്, കാരണം നിങ്ങൾക്ക് സ്പെല്ലിംഗ് തെറ്റാതിരിക്കാൻ വേണ്ടി. ചെറിയ വാക്കുകൾ എന്നാൽ ചോദിക്കുക, എമർജൻസി ഒക്കെ ചെറുതാണെന്നല്ലേ? കാരണം അതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ വലിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം മെഴുകുതിരി നമ്മൾ ഉപയോഗിക്കുന്നു, റാന്തലുകൾ ഉപയോഗിക്കുന്നു, ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നു. ഇൻവെർട്ടറാണ് കേട്ടോ, ഇൻവെർട്ടർ അല്ല, ഇൻവെർട്ടർ ഉപയോഗിക്കുന്നു. ഓക്കെ, എമർജൻസി ലാമ്പുകൾ നിർമ്മിക്കാൻ എന്തെല്ലാം സാമഗ്രികൾ നമുക്ക് ആവശ്യമാണ്? വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്? ബാറ്ററി, LED ബൾബ്, LED മോഡ്യൂള്, കണക്റ്റിംഗ് വയറുകൾ, സ്വിച്ച്, സ്റ്റാൻഡ് എന്നിവ ആവശ്യമാണ്. എല്ലാത്തിൻ്റെയും മലയാളം എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോക്കി പഠിക്കണം. നോക്കി അടുത്ത, വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? വേർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാം? ഇപ്പോൾ റിമോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ, അതിനകത്തിൽ ഡ്രൈ സെല്ലാണ് ഉപയോഗിക്കുന്നത്. ഒരുമാതിരി വെളുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ എന്താണ്, നീളമുള്ള ബാറ്ററി കണ്ടിട്ടുണ്ടോ നിങ്ങളെ? ക്ലോക്കിലും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? മൊബൈൽ നമ്മൾ റിമോട്ടിൽ ഇടുന്ന ബാറ്ററി ആണോ? അല്ല, അല്ലാത്ത ബാറ്ററിയാണ്. നിങ്ങൾ ഊരി നോക്കിയിട്ടുണ്ടോ? അത് വേറെ കണ്ടിട്ടുണ്ടോ? എമർജൻസി ലാമ്പിലും അതേലേ ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് അയൺ ബോക്സിലോ AC മെയിൻസ് പവർ സപ്ലൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഓൾറെഡി ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ആവുന്നില്ല. അത് ടെസ്റ്റിലുള്ളതൊന്നും ഞാൻ വീണ്ടും നിങ്ങളെ വായിക്കാൻ സൗകര്യത്തിനാണ് ഞാൻ ഈ മലയാളം എഴുതുന്നത് കേട്ടോ. കാരണം ഇംഗ്ലീഷിലെ വാക്കുകളാണ്. ഇപ്പോൾ ഈ ഡ്രൈ സെൽ എന്നൊക്കെ ഉള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. അത് ഞാൻ മലയാളം നിങ്ങൾക്ക് വായിക്കാൻ അറിയണ്ടായോ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പോൾ ഈ 3 ഓക്കെ ആണോ? നിങ്ങളെ എഴുതിയെടുത്തോണം കേട്ടോ. ഞാൻ ഈ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽ എക്സെട്ര ആർ ദ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അത് 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും നിങ്ങളെ. വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി നമുക്ക് നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. ഏതെല്ലാമാണ്? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ തുടങ്ങിയവ കേട്ടോ. എഴുതണേ. ഇനി എന്താണ് ഈ വൈദ്യുത സെല്ലുകൾ എന്ന് വെച്ചാൽ? വൈദ്യുത സെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സെൽ എന്നാൽ എന്ത്? നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. എന്താണ്? ഇലക്ട്രിക് സെൽ ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക് സെൽ ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് എന്തോത്തിനെയോ നിങ്ങളെ കെമിക്കൽ എനർജിയെ എന്തോ ആക്കി മാറ്റണം? ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതായത് രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇവയെ എന്താക്കുന്നു? വൈദ്യുതോർജത്തെ, ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? രാസോർജം, കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. നാം ഉപയോഗിക്കുമ്പോൾ ഇത് രാസോർജം വൈദ്യുത ഊർജമായിട്ടും മാറുന്നു. ഇലക്ട്രിക് സെൽ ആർ ഡിവൈസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് chemical energy into electrical energy. ഈ electrical energy is stored as chemical energy in them. This chemical energy is converted into electrical energy when we use them. ഇതുപോലെ തന്നെ എഴുതി എടുക്കണം നിങ്ങൾ കേട്ടോ. അടുത്ത എന്താണ് ഈ ബാറ്ററി എന്ന് വെച്ചാൽ? എന്താ കുഞ്ഞുങ്ങളെ ബാറ്ററി? എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ 1 സെൽ ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി.
എന്താ ഞങ്ങളെ എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് എന്ന് തന്നെയല്ലേ? ഓക്കെ, അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. ക്ലോക്ക്, മൊബൈൽ ഫോൺ എന്നീ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അത് ടെസ്റ്റിൽ കിടപ്പുണ്ടോ നിങ്ങളെ? ക്ലോക്കും മൊബൈൽ ഫോണിൻ്റെയും പടം തന്നിട്ട് അവയുടെ അകത്ത് ഉപയോഗിക്കുന്ന സെല്ലുണ്ടല്ലോ, അത് എന്താ അതിൻ്റെ അവ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ക്ലോക്കിന് ഉപയോഗിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ക്ലോക്കിലെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ പുതിയ ബാറ്ററി ഇടുകയല്ലേ? അതോ അത് തന്നെ ഇട്ടിട്ട് നമ്മൾ ചാർജ് ചെയ്തിടുമോ? നമുക്കത് പറ്റില്ല. പക്ഷേ മൊബൈൽ ഫോണിൽ അത് പറ്റും അല്ലേ? മൊബൈൽ ഫോൺ ബാറ്ററി ഉപയോഗിക്കുന്നു, അതെന്താ ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞാൽ അവ റീചാർജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലോക്കിൽ എന്താ നിങ്ങളെ അതിലെ സെല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അത് പ്രവർത്തനരഹിതമായാൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അന്നേരം നമ്മൾ പുതിയ സെല്ലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മൊബൈൽ ഫോണിൽ ബാറ്ററി ഉപയോഗിക്കുന്നു, പക്ഷെ ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞാൽ അവർ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. എത്രയേ ഉള്ളൂ നിങ്ങളെ? ഇതിനകത്തിൽ സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്, ഇത് ബാറ്ററിയാണെന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എ സെൽ ഇൻ എ ക്ലോക്ക് cannot be used again when its charge is completely used up. But the battery is a mobile phone can be recharged and used again. Okay. അടുത്ത എന്താണ് ഈ റീചാർജബിൾ? നമ്മൾ പറഞ്ഞല്ലോ മൊബൈൽ റീചാർജ് ചെയ്യാമെന്ന്. റീചാർജബിൾ സെൽസ് ചാർജ് ചെയ്യാൻ കഴിയുന്നവ ഏതൊക്കെയുണ്ട്? മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ടോർച്ച്, ഇലക്ട്രോണിക് വെഹിക്കിൾ. ഇപ്പം മിക്ക വണ്ടികളും എന്താ കറണ്ട് ചാർജ് ചെയ്തെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള വണ്ടികളും ഉണ്ട്, ചാർജബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ അല്ലേ? 2 വീലറും 4 വീലറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ലൈറ്റുകൾ, വാഹനങ്ങളുടെ സ്റ്റോറേജ് ഒക്കെയാണ്. അങ്ങനെയാണ് നോൺ റീചാർജബിളോ? നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയാത്തയോ? ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ്? റേഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബാറ്ററി ആവും നിങ്ങളെ. പക്ഷേ ഇപ്പം മിക്ക റേഡിയോകളും കറണ്ടിൻ്റെ ഉണ്ടല്ലേ? റേഡിയോ, ക്ലോക്ക്, വാച്ച്, റിമോട്ട് എന്നിവയൊക്കെ എല്ലാം നോൺ റീചാർജബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി LED കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഫുൾ ഫോം അറിയണേ. ഈ LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം? അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED ബൾബ്. ഇപ്പം മിക്ക വീടുകളിൽ LED ബൾബാണ് അല്ലേ? നല്ല വെള്ള വെട്ടമല്ലേ? അതായത് ഗ്രേറ്റർ എനർജി സേവിങ്സ്, ലോങ്ങർ LED ലൈഫ് സ്പാൻ, റിഡ്യൂസ്ഡ് എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ്, പ്രൈസ്ലെസ് ആണ്. എന്താ? LED കുറഞ്ഞ ഊർജം മതി, ഇത് കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യുന്നു, ഇത് പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല, തന്നെയുമല്ല ഇതെന്താ? പ്രൈസ്ലെസ് ആണ്, വിലക്കുറവുമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആ 4 ഉറപ്പായിട്ടും പഠിക്കണം. നമ്മുടെ LED ബൾബിൻ്റെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം, അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ്. എന്താണ് ഈ LED മോഡ്യൂൾ എന്ന് നമ്മളറിയില്ല? LED മോഡ്യൂളോ ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മോഡ്യൂള്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ എമർജൻസി ലാമ്പൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? കറണ്ട് പോകുമ്പോൾ കത്തിക്കുന്ന കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ടുണ്ടോ? ഒറ്റ സ്ട്രിപ്പിലാണ് കുത്തായിട്ട് കണ്ടിട്ടുണ്ടോ ബൾബുകൾ? അതിനെയാണ് എന്ത് പറയുന്നത്? LED മോഡ്യൂള്. അടുത്ത് എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? അതായത് വൈദ്യുത സർക്യൂട്ട് എന്നാൽ എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സസ് ടു എ ഡിവൈസ്. അതായത് വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താ ഞങ്ങളെ? ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സസ് ടു എ ഡിവൈസ്. ഓക്കെ ആണോ? ഇനിയും ഇത് തന്നെ ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്, ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്. എന്താണ് ഈ ക്ലോസ്? കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഇതിൻ്റെ എല്ലാം പിക്ചർ ഉൾപ്പെടെ ടെസ്റ്റിലുണ്ട്. നമുക്ക് രണ്ടിനും കൂടി സമയമില്ല, ടെസ്റ്റും ഇതും കൂടെ നോക്കാൻ സമയക്കുറവുണ്ടാവും. നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രം പറഞ്ഞു പോകുന്നത് നോക്കിക്കേ. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും, അതായത് എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് അല്ലേ? ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇലക്ട്രിക് ഡിവൈസ് ക്യാൻ വർക്ക് ഒൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. നിങ്ങളുടെ പിക്ചറിൽ പടം ഉണ്ട് കുഞ്ഞുങ്ങളെ. ഞാൻ നമ്മുടെ LED ബൾബിനെ കുറിച്ച് പഠിച്ചു. തൻ്റെ സ്ട്രിപ്സ് LED ഞാൻ പറഞ്ഞില്ലേ മോഡ്യൂള് കണ്ട ഒറ്റ സ്ട്രിപ്പിൽ തന്നെ. പിന്നെ ഓപ്പണും ക്ലോസ്ഡും എന്ന് വെച്ച് കഴിഞ്ഞാൽ
കണ്ടേ ഇതാ കുഞ്ഞുങ്ങളെ കണ്ടോ, ഇതിൻ്റെ എല്ലാ സർക്യൂട്ടും നോക്കിക്കേ, എല്ലായിടവും എന്താണ് ഒരുമിച്ചിരിക്കുവാന്ന് അതുകൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വന്നെങ്കിൽ ഒരിക്കലും ഈ ബൾബ് കത്തുമോ? ഇല്ല, കാരണം എല്ലാം കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ബൾബ്. അതേപോലെ ഇവിടെ നോക്കിയാൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ? ഒരു ഗ്യാപ്പും ഇല്ല. എന്താ, ഇതിനകത്തിൽ ബാറ്ററി ഉണ്ട്, പിന്നെ ബൾബുണ്ട്, പിന്നെ ചെമ്പ് കമ്പിയുണ്ട്, പിന്നെന്താ പോസിറ്റീവും നെഗറ്റീവിലുമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ബൾബ് കത്തത്തുള്ളൂ. അപ്പം നമ്മൾ അതാണ് പറഞ്ഞത്. എന്താ നിങ്ങൾ അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, ഇത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ടാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ഇച്ചിരിയേലും ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്, അത് അടഞ്ഞതാണെന്ന്. എന്തുകൊണ്ടാണ് അത് ബൾബ് കത്തുമോ? ഇല്ല, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ബൾബാണെങ്കിൽ തന്നെ അത് കത്തണമെങ്കിൽ എന്താണ്, അത് അടഞ്ഞത് കൊണ്ടാണ്. അങ്ങനെയാണ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. അപ്പം നമ്മൾ അടുത്ത അതിനെക്കുറിച്ച് അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് തൊട്ടാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലിങ്കിൽ ഇതെല്ലാം പറഞ്ഞായിരുന്നു ഞങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചിട്ടങ്ങ് പോയത്. വി യൂസ് ബൾബ് ആൻഡ് ഫാൻ വൈൽ വി ആർ ഇൻ എ റൂം. ദെൻ ദേ ആർ സർക്യൂട്ട് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പണ്. എന്താ, മുറിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ബൾബും ഫാനും പ്രവർത്തിക്കാൻ ബൾബിലേക്കും ഫാനിലേക്കും ഒരു സർക്യൂട്ട് വരുന്നുണ്ട് അല്ലേ? അത് അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടതെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇത് രണ്ടും പ്രവർത്തിക്കണമല്ലോ. ഒരു ഇത് പ്രവർത്തിക്കണമെങ്കിൽ എന്താണെന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, അത് അടഞ്ഞു തന്നെ ഇരിക്കണം കേട്ടോ, ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെയാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? എവിടെയെങ്കിലും തുറന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആവത്തില്ല. ഡോൺ യു സ്വിച്ച് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം. നൗ ആർ ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ. മുറിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? ഓഫ് ചെയ്യുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ? നമ്മൾ ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ എന്തായിരിക്കും, അത് തുറന്നായിരിക്കും ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ കേട്ടിട്ട് വേണം കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങൾ ചോദിക്കും, ഞാൻ ഇതെന്തിനാണ് ഇതൊക്കെ ഈ ചോദിക്കുന്നത്? ഇതെല്ലാം നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതിട്ടത് കേട്ടോ. അപ്പോൾ ടെസ്റ്റിനകത്തിൽ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പം അത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന്, അതായത് അടഞ്ഞതാണോ തുറന്നതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ ആണോ? അടുത്തത് ഒഴുകുന്ന വൈദ്യുതി, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു ഇംഗ്ലീഷ് വാക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ മലയാളം അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഫ്ലോ എന്ന് വെച്ചാൽ ഒഴുക, എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോൾ സയൻസ് പഠിക്കുക എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പം കറക്റ്റ് നമുക്ക് അതിൻ്റെ മലയാളം അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊരു മെയിൻ വിഷയമാണ്. നോക്കിയേ, ഒഴുകുന്ന വൈദ്യുതി. ഹൗ ഡസ് ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി. ഒരു ബാറ്ററിയിൽ നിന്നും വൈദ്യുതി എത്തുന്നത് എങ്ങനെ? ഒരു ബാറ്ററിയിൽ നിന്നും വൈദ്യുതി, അതായത് കറണ്ട്. ഹൗ ഡസ് ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി. എങ്ങനെയായിരിക്കും? ത്രൂ ദ കണക്റ്റിംഗ് വയർ അല്ലേ? വയർ. നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കിയോ? നിങ്ങളുടെ സ്കൂളിൽ അത് ചെയ്യിപ്പിച്ചായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴേ കുഞ്ഞു വയറുകളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഈ നമ്മുടെ ടോർച്ചിൻ്റെ ബൾബുണ്ടല്ലോ, ആ ബൾബും കൊണ്ടുപോയി 2 ബാറ്ററി. അന്നൊക്കെ ഈ നമുക്ക് റേഡിയോ ഒക്കെ ഉണ്ടല്ലോ, റേഡിയോയ്ക്കൊക്കെ ബാറ്ററി കിട്ടും, അതല്ലേ ക്ലോക്കിൻ്റെ ഒക്കെ ബാറ്ററി. ആ ബാറ്ററിയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, അന്നേരം കത്തുമ്പോൾ പിള്ളേരെയൊക്കെ മുന്നിൽ വെച്ച് നമ്മളതൊന്ന് കത്തിച്ച് കാണിക്കുമ്പോൾ എന്തോ ഒരു ഗമയാണെന്നറിയോ? കാരണം നമ്മളത് കാണിച്ചല്ലോ എന്നുള്ള ഒരു ഗമ. അതുപോലെ ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ അതുപോലെ കേട്ടോ. എന്നൊക്കെ പറയുന്നത് നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യിക്കണം. എന്ന് വെച്ചാൽ കറണ്ടേ തൊട്ട് കളിക്കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ കുഞ്ഞുങ്ങളെ, ഒരു ബാറ്ററിയിൽ നിന്നും വൈദ്യുതി എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ദ കണക്റ്റിംഗ് വയർ. ഡു ആൾ സബ്സ്റ്റൻസ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. എല്ലാ സബ്സ്റ്റൻസും അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? അല്ല. എല്ലാം അങ്ങനെ തന്നെയാണോ? അല്ല. ഇനി വിച്ച് മെറ്റീരിയൽസ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാവും നിങ്ങൾ ഇതൊക്കെ. വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടുന്നത്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടുന്നത്? സേഫ്റ്റി പിന്ന്. മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് അവനവൻ്റെ എഴുതിയെടുക്കുക. സേഫ്റ്റി പിന്ന്, സ്റ്റീലിൻ്റെ സ്കെയില്, പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ്. പെൻസിൽ ഗ്രാഫൈറ്റ് അറിയത്തില്ലോ നിങ്ങൾ? പെൻസിലിനകത്തിൽ മെറ്റൽ ബാങ്കിൾ എന്ന് വെച്ചാൽ വളയാണ് കേട്ടോ. മെറ്റലിൻ്റെ എന്ന് വെച്ചാൽ ലോഹവള. വെറ്റ് പേപ്പർ, നനഞ്ഞ കടലാസ്. കോപ്പർ വയർ, അതായത് ചെമ്പ് കമ്പി. ഇതെല്ലാം എന്താണ്? വൈദ്യുതി കടത്തിവിടുന്നവയാണ്. വൈദ്യുതിയെ കടത്തിവിടുന്നവയാണ് ഇത്രയും. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാട്ടോ.
ഏതൊക്കെയാണ്? സേഫ്റ്റി പിന്ന്, സ്റ്റീൽ സ്കെയില്, പെൻസിൽ, ഗ്രാഫൈറ്റ്, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ. അങ്ങനെയാണെങ്കിൽ വിച്ച് മെറ്റീരിയൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തി വിടാത്തത്? പേപ്പറ്, കടലാസ് കടത്തി വിടത്തില്ല. മരക്കഷ്ണം, തടി, പീസ് ഓഫ് വുഡ്, കരിക്കട്ട, ചാർക്കോള്. ഈ കരിക്കട്ടയുടെ ഇംഗ്ലീഷ് ചാർക്കോൾ എന്നാണ്. നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളെ എല്ലാവരോടും കൂടെ അല്ല, കുറച്ച് പേരോട് ചോദിക്കുമോ അറിയാമോ? എന്നാൽ ഇനിയും പഠിച്ചോ. കരിക്കട്ടയുടെ ഇംഗ്ലീഷ് ചാർക്കോൾ എന്നാണ്. പ്ലാസ്റ്റിക് വള എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ എന്താ? ബാങ്കിൾസ് കേട്ടോ. പ്ലാസ്റ്റിക് ബാങ്കിൾസ് കേട്ടോ. ബാങ്കിൾസ് എന്നാട്ടോ, ബാങ്കിൾസ്. നോക്കിക്കേ, ഇവിടെ മെറ്റൽ ബാങ്കിൾസ് ആയിരുന്നു. ലോഹവളയ്ക്കൂടെ എന്താണ്? കറണ്ട് പാസ് ചെയ്യും. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ എന്താണ്? പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും, അതായത് നമ്മളിപ്പോൾ കറണ്ടിൻ്റെ എന്ത് ചെയ്താലും കോപ്പറിൻ്റെ പുറത്തൂടെ എന്താവും ഞങ്ങളെ കൊടുത്തിരിക്കുന്നത്? പ്ലാസ്റ്റിക് അല്ലേ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കറണ്ട് അടിക്കാത്തത് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനം എന്താണ്? വൈദ്യുതി കടത്തിവിടാത്തതാണ്. ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ. നനഞ്ഞ കൈകൊണ്ട്, വെറ്റ് ഹാൻഡ് എന്ന് വെച്ചാൽ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നനഞ്ഞ കൈകൊണ്ട് ഓടിച്ചെന്ന് സ്വിച്ച് ഇടല്ലേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വലിയ ആൾക്കാരൊക്കെ നിങ്ങളോട് അങ്ങനെ പറയില്ലേ? എന്തുകൊണ്ടാണ്? വെറ്റ് ഹാൻഡ് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ, സോ ദർ ഈസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഷോക്ക്. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു. അതിനാലാണ് നമുക്ക് എന്താ? ഷോക്ക്, വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ഒരു ചോദ്യമോ ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജലത്തിൻ്റെ സാന്നിധ്യത്താൽ, നമ്മുടെ കൈ വെള്ളമല്ലേ, വെള്ളത്തിൻ്റെ സാന്നിധ്യത്താൽ ശരീരത്തിലൂടെ വൈദ്യുതി പെട്ടെന്ന് കടന്നു പോകും. അതിനാൽ നമുക്ക് എന്താ? ഇലക്ട്രിക് ഷോക്ക് അതായത് വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഓക്കെ. അടുത്ത ഏറ്റവും ഈ കറണ്ടിനെ കുറിച്ച് അല്ല, ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാവും ഞങ്ങളെ, എന്താണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടർ ബസ്സിലെ കണ്ടക്ടറാണോ? എന്ത് കണ്ടക്ടറാ? ചാലകങ്ങൾ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. എന്താ നിങ്ങളെ? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. ഏതൊക്കെയാണ്? മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, വൈദ്യുതി ഏതൊക്കെയാണ് കടത്തിവിടുന്നത്? അയണ്, ഗോൾഡ്, കോപ്പർ, സ്റ്റീല്, ഗ്രാഫൈറ്റ്, വാട്ടർ, എക്സെട്ര. ഓക്കെ. എന്താവും നിങ്ങളെ? ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, വെള്ളം. മലയാളം എഴുതിയെടുത്തോണം. എന്താണ് ചാലകങ്ങൾ? ഇംഗ്ലീഷുകാർ എന്താണ്? കണ്ടക്ടേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ഇൻസുലേറ്ററുകൾ. എന്താവും നിങ്ങളെ? ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഒരിക്കലും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത്, റബ്ബർ, ഗ്ലാസ്, ഡ്രൈ വുഡൻ ബ്ലോക്ക് എന്നിവ എന്ന് വെച്ചാൽ പേപ്പർ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, തുണി, ഉണങ്ങിയ തടിക്കഷ്ണങ്ങളിലൊന്നും എന്താവും നിങ്ങളെ? കറണ്ട് പിടിക്കത്തില്ല. അതുപോലെ റബ്ബർ, തുണിയിൽ, പ്ലാസ്റ്റിക്കിൽ, പേപ്പറിലൊന്നും കറണ്ട് കയറി പിടിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് എ കണ്ടക്ടർ ഇൻ വയർ യൂസ്ഡ് ഇൻ അവർ ഹോം. വീട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വയറുകളിൽ ഏത് ലോഹമാണ് നമ്മൾ ചാലകമായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടിലെ അല്ലേ എല്ലാം, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, നമ്മുടെ ബൾബ്, ഇതെല്ലാം നമ്മൾ എന്തിലാണ് കൊടുത്തിരിക്കുന്നത്? ചെമ്പ് കമ്പിയിലാണ്. ചെമ്പ് കേട്ടോ, കോപ്പർ. വിച്ച് മെറ്റൽസ് ഡു വി നോർമലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രിക് ലൈൻ? അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് ഞങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യം തന്നെയാണ്. അതും ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ മേളിൽ കൂടെ പോകുന്ന വലിയ ഇലക്ട്രിക് ലൈനുകൾ, ആ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഏത് ലോഹമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ചെമ്പ്, കോപ്പറിന് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ അത്രയും വിലയുള്ള കമ്പികളാണോ നമ്മുടെ വലിയ മേളിൽ കൂടെ ഇലക്ട്രിക് ലൈനിലൂടെ പോകുന്നത്? അല്ല, അതിനവരെന്താ ഉപയോഗിക്കുന്നത്? അലൂമിനിയമാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മൾ വീടുകളിലാകുമ്പോൾ വളരെ കുറച്ച് മതിയല്ലോ, കുറച്ച് സ്ഥലം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചെമ്പ്, വിലയാണെങ്കിലും നമ്മൾ ചെമ്പ് ഉപയോഗിച്ച് എടുക്കുന്നത്.
എടുക്കുന്നത്. പക്ഷേ എന്താ ഈ ഇലക്ട്രിക് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ എവിടെ വരെയാണ്, എന്തും വേണ്ടി വേണം, അപ്പോൾ കൂടുതൽ വേണ്ടേ. അപ്പോൾ അത് ഭയങ്കര എന്താ കോസ്റ്റ്ലി ആയതുകൊണ്ട് അലൂമിനിയമാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അടുത്ത വാട്ട് ടൂൾസ് ഡു യു യൂസ് ടു മേക്ക് ഇലക്ട്രിക് സർക്യൂട്ട്? എന്തെല്ലാം ഉപകരണങ്ങളാണ് സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ടെസ്റ്റിൽ അതിൻ്റെ ചോദ്യം തന്നിട്ടുണ്ടോ നിങ്ങളെ? ഇതൊക്കെ പറഞ്ഞായിരുന്നോ? ഓക്കെ, ആവശ്യമെല്ലാം പറഞ്ഞു. ലോഹങ്ങളും അലോഹങ്ങളും ഇതാണ്ട ഇവിടെ പടം കണ്ടിട്ടുണ്ടോ? കട്ടിംഗ് പ്ലെയർ ഉണ്ട്, സ്ട്രിപ്പർ ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ടെസ്റ്റർ ഉണ്ട്. ഈ 4 നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അതിൻ്റെ പടം ഇതെല്ലാം ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം വാരി വെച്ച് വലിച്ച് അങ്ങനെ ഇരുന്ന് വായിച്ചതുകൊണ്ടും കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വളരെ കുറച്ചേ ഉള്ളതിലും ഉള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, കട്ടിംഗ് പ്ലെയർ നമ്മൾ എന്തിനാണ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, മലയാളം എഴുതിയിട്ടുണ്ട്. കട്ടിംഗ് വയർ അല്ലേ, വയർ മുറിക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത്, വയർ മുറിക്കാൻ. അടുത്ത സ്ട്രിപ്പർ, എന്താ സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻ കളയാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. അടുത്ത സ്ക്രൂ ഡ്രൈവർ, എന്താണ് സ്ക്രൂ ഡ്രൈവർ കണ്ടിട്ടുണ്ടോ നിങ്ങളെ? എന്താ നമ്മളൊന്ന് ടൈറ്റനിങ് ആൻഡ് ലൂസനിങ്, ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൂസ് ആക്കാനും എന്തുവാ സ്ക്രൂകൾ ഉറപ്പിക്കാനും അതുപോലെ തന്നെ ഇളക്കാനുമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സ്ക്രൂ ഡ്രൈവർ. ടെസ്റ്ററാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ? പിക്ചർ തന്നെ തന്നിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ എനിക്കൊന്ന് ഇത് മാത്രമേ ഉള്ളായിരിക്കും കാണാത്തത് അല്ലേ. ഇതെന്താ ഈ നമ്മുടെ ഇതിനകത്തുള്ള സെലോ ടേപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിക്കാൻ അല്ലേ. സെലോ ടേപ്പ് അല്ലെ ഇൻസുലേഷൻ കളയാൻ. ഓക്കെ, അടുത്ത ടെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുമ്പോൾ ആദ്യമേ അവർ ടെസ്റ്റർ കൊണ്ടാണ് വരുന്നത് അല്ലേ. എന്നിട്ട് ആ സ്വിച്ച് ബോർഡിനകത്ത് ഇട്ട് കുത്തുന്നൊക്കെ കാണത്തില്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ അതൊക്കെ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ഒരാൾ വന്നിട്ട് ഇന്ന് തൊടുമ്പോൾ കറണ്ട് ഉണ്ട് നിങ്ങളുടെ അവിടോട്ടാണ് എന്താ കറണ്ട് കയറാത്തതെന്നൊക്കെ ഇവരൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ടെസ്റ്ററിൻ്റെ ഉപയോഗം എന്താണ്? ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹം പരിശോധിക്കാനാണ് നമ്മൾ ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 യൂസസ് പഠിച്ചല്ലോ, എഴുതിയെടുക്കണം കേട്ടോ. വെറുതെ നോക്കിയിരുന്നാൽ പോരാ, ഇത് അതുപോലെ തന്നെ എഴുതിയെടുക്കണം. അടുത്ത വാട്ട് ആർ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ ഹാൻഡിങ് ഇലക്ട്രിക് അപ്ലയൻസ്. അതായത് ഇലക്ട്രിക് അപ്ലയൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? വൈദ്യുതി ഉപകരണങ്ങൾ അല്ലേ. നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ചെയ്യണം? ഡു നോട്ട് റിപ്പയർ ഇലക്ട്രിക് ഡിവൈസ് വിത്ത് സ്വിച്ചസ് ടേൺ ഓൺ. സ്വിച്ച് ഓൺ ആക്കി വൈദ്യുതി ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യരുത്. എന്തെങ്കിലും ഒരു കുഴപ്പം എന്തെങ്കിലും സാധനങ്ങൾക്കുണ്ടായാൽ അതോ സ്വിച്ച് ഓൺ ആക്കിയിട്ടിരുന്ന് പണിയരുതെന്ന് അല്ലേ. നിങ്ങളങ്ങനെ വല്ലതും ചെയ്യുമോ? കറണ്ടേ കയറി പണിയരുത് കേട്ടോ, പണി കിട്ടുവേ. നെവർ ടേൺ ഓൺ സ്വിച്ചസ് വിത്ത് വെറ്റ് ഹാൻഡ്. അതുപോലെ തന്നെ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കരുത്. യൂസ് ഓൺലി വയർ വിത്ത് ഇൻസുലേഷനുള്ള വയറുകൾ മാത്രം ഉപയോഗിക്കണം. ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക് ഡിവൈസ് വൈൽ ദെയർ ഈസ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. തണ്ടർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഇടിയും മിന്നലും ഉണ്ടാകത്തില്ലേ? തണ്ടർ എന്ന് വെച്ചാൽ ഇടി, ലൈറ്റിനിങ് മിന്നൽ, ഇതൊക്കെ ഉള്ളപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ എന്താ നിങ്ങൾ വീട്ടിൽ പ്രവർത്തിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള 4 മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ, കാരണം ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ വെറും 4 തന്നെ. ഇംഗ്ലീഷിൻ്റെ എഴുതുമ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരുപാട് തോന്നുമെങ്കിലും നിങ്ങളെന്താ മലയാളം അങ്ങ് എഴുതിയെടുക്കണം, ഇംഗ്ലീഷ് എഴുതിയെടുക്കണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അടുത്ത ഇലക്ട്രിക് ഷോക്ക്. നിങ്ങളിൽ ആർക്കെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഇലക്ട്രിക്കിൻ്റെ സ്വിച്ച് ബോർഡ് കയറി പണിഞ്ഞിട്ടുണ്ടോ? സ്വിച്ച് ബോർഡിനകത്ത് കൈയിട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ, എങ്ങനെയാണ് സംഭവിച്ചതെന്നോ എന്തുവാന്നോ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. വെറുതെ കണ്ടുകൊണ്ടിരിക്കല്ലോ നിങ്ങൾ, ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. എന്താ കമൻറ്റൊന്നും ആരുടെയും കാണാത്തത്? നിങ്ങൾ മനസ്സിലായി എന്ന് മാത്രം ചിലപ്പോൾ ഒരു വരിയിലങ്ങ് ഒതുക്കും. എന്തെങ്കിലുമൊക്കെ എഴുതും, നിങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇലക്ട്രിക് ഷോക്ക്. വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ടു സേവ് എ പേഴ്സൺസ് ഹൂ ഹാസ് സഫേർഡ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഷോക്ക് ഏറ്റുകിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാം നാം ഉടനടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ചിലപ്പോൾ പരീക്ഷയുടെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. നിങ്ങളൊരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത് പ്രതീക്ഷിക്കാം. നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അല്ലേ, കറണ്ട് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വ്യക്തിയെ? നോക്കൂ നിങ്ങൾ, ആദ്യം എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തിങ്സ് ഈസ് ടു ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കണക്റ്റ്. ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ഇലക്ട്രിക് കോണ്ടാക്റ്റ്
ഇലക്ട്രിക്കുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്, അതങ്ങ് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ ജോലി. ഫോർ ദി സ്വിച്ച് ഓഫ് ഓർ റിമൂവ് ദ ഫ്യൂസ്. അതല്ലെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് നമ്മുടെ മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ഫ്യൂസ് റിമൂവ് ചെയ്യുകയോ ചെയ്യുക. If it is not possible, separate the persons from the electric circuit using a dry wooden stick or some other good insulator. നമ്മൾ ആദ്യം എന്താ നിങ്ങളെ ചെയ്യേണ്ടത്, വൈദ്യുത ബന്ധം ഒഴിവാക്കുക. പിന്നെ ഇതിനായിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യുക. ഇവയല്ലെങ്കിലോ ഇവ സാധ്യമല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നമ്മളെ കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ ഉണങ്ങിയ മരക്കൊമ്പോ എന്ന് എഴുതിയാൽ അത് ശരിയാ, മരത്തിൻ്റെ കമ്പോ അല്ലെങ്കിൽ ചാലകമല്ലാത്ത എന്ന് വെച്ചാൽ എന്താ, കറണ്ട് കടക്കുന്നതും കടക്കാത്തതും ഏതാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ടാണ് ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ അടിച്ചിടും. ഇവിടെ തള്ളി മാറ്റുമോ എന്ന് പറഞ്ഞെങ്കിലും എന്താ ഒറ്റയടിക്ക് എടുത്തെറിയുക എന്നുള്ളതല്ലേ. കാരണം അഥവാ അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ ബാധിക്കത്തില്ലേ. അപ്പോൾ എന്താ തള്ളി മാറ്റുക എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇഫ് ബ്രീത്തിങ് സ്റ്റോപ്പ് ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നാം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കൃത്രിമ ശ്വാസം നൽകണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ, എന്താ സ്വയം നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. പിന്നെ ശരീരം നല്ലപോലെ തിരുമ്മി ചൂടാക്കണമെന്നാണ്. കീപ്പ് ദ ബോഡി വാം ബൈ മസാജിങ്. നല്ലപോലെ തിരുമ്മി ശരീരത്തെ ചൂട് പിടിപ്പിക്കുക. ഷോക്ക് ഏറ്റ വ്യക്തിയെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു എ ഹോസ്പിറ്റൽ കേട്ടോ. അല്ലാതെ ഇത് എന്താ നമ്മൾ അവിടെ ഇട്ട് മെസ്സാജ് ചെയ്തുകൊണ്ട് അങ്ങ് ഇരിക്കില്ല. ഇത് ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം ഉടനടി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ 4 പോയിന്റ് മിനിമം അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ, നല്ലതുപോലെ അറിഞ്ഞിരിക്കണേ. നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ചെഴുതുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തോ മനസ്സിലായെന്ന് വെച്ചാൽ അതെങ്കിലും എഴുതണം കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് എഴുതണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇപ്പം ഓക്കെ, ഫസ്റ്റ് തിങ്സ് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഡിസ്കണക്ട് ചെയ്ത് ഇലക്ട്രിക് കോണ്ടാക്ട് ഫോർ ദി സ്വിച്ച് ഓഫ് ഓർ റിമൂവ് ദ ഫ്യൂസ്. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ ഒരുവിധം അറിയത്തില്ലോ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ അതൊക്കെ എഴുതണം കേട്ടോ. ഇനി നമ്മൾ ജനറേറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ജനറേറ്റർ? നിങ്ങൾ ജനറേറ്റർ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മൾ ഈ കല്യാണത്തിനും വലിയ ഫംഗ്ഷനും ഒക്കെ പോകുമ്പോഴേ കണ്ടിട്ടുണ്ടോ, ഭയങ്കര സൗണ്ടായിരിക്കും ഇതിന് അല്ലേ. ഏതെങ്കിലും ഒരു മൂലയിൽ ഇതിരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് കാണാം. അപ്പം ജനറേറ്റർ എന്ന് വെച്ചാൽ വാട്ട് എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ എ ജനറേറ്റർ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഇൻ എ ജനറേറ്റർ ഫസ്റ്റ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ആൻഡ് ദെൻ ടു ഇലക്ട്രിക്കൽ എനർജി. വേറൊരെണ്ണം നമ്മൾ ഇതുപോലെ പഠിച്ചല്ലോ നിങ്ങൾ, എന്തായിരുന്നു? ജനറേറ്റർ അല്ലാതെ വേറൊരെണ്ണത്തിൻ്റെ ഇങ്ങനെ മാറ്റുന്നതിനെ കുറിച്ച് പഠിച്ചല്ലോ ഇച്ചിരി തൊട്ട് മുമ്പേ. അതൊക്കെ ഓർത്തോണേ. ഇൻ എ ജനറേറ്റർ ഫസ്റ്റ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ആൻഡ് ദെൻ ദ ഇലക്ട്രിക്കൽ എനർജി. അതായത് ജനറേറ്ററിൽ രാസോർജം ആദ്യമേ അവർ യാന്ത്രികോർജമായും പിന്നീട് അത് വൈദ്യുതോർജമായും മാറുന്നു എന്നാണ്. ജനറേറ്ററിൽ രാസോർജം ആദ്യമേ എന്താകുന്നു, യാന്ത്രികോർജമായി മാറ്റും. കെമിക്കൽ എനർജിയെ കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും. കെമിക്കൽ എനർജിക്കാവും നിങ്ങളെ എന്ത് പറയുന്നത്, രാസോർജം. മെക്കാനിക്കൽ എനർജിക്കാണ് യാന്ത്രികോർജം. പിന്നീട് അത് എന്തോ ആക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജമാക്കി മാറ്റുന്നു. തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ ആ 3 എണ്ണം കേട്ടോ. അടുത്ത ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ടെസ്റ്റിലുണ്ട്. ഇതൊക്കെ ഇത് നമ്മൾ പഠിച്ചിരുന്നുണ്ട്. ഇതെന്താ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ എന്താ ഈ ബൾബ് കത്തുന്നില്ല. ഇത് നോക്കിക്കേ, എല്ലാ ഇതും നോക്കണം. ഇവിടെ നോക്കിക്കേ, നെഗറ്റീവും പോസിറ്റീവുമാണ്. ഇത് രണ്ടും ഒരുമിച്ചിരിക്കുക. സ്വിച്ചാണ് ഇത് ഒട്ടിയിരിക്കുന്നത് കണ്ടോ. ഇത് ചെമ്പ് കമ്പിയാണ് ഈ പോയേക്കുന്നത്. ഇതെന്താണ്, ബൾബാണ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ബൾബ് കത്തത്തുള്ളൂ. ഇത് നോക്കിയേ, സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്നത്, സ്വിച്ച് ഓഫാണ് അല്ലേ, പൊങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ബൾബ് കത്താത്തത്. ഇതൊക്കെ ടെസ്റ്റൂടെ നമ്മൾ ചർച്ച ചെയ്തുമ്പോൾ ഒരുപാട് സമയം എടുക്കും കുഞ്ഞുങ്ങളെ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഞാൻ പറയാൻ മറന്നുപോയത്, അതാണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ചിഹ്നങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞേക്കാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചാലക കമ്പി, അത് നമുക്കറിയാം അല്ലേ, ചെമ്പ് കമ്പിയുടെ പുറത്തൂടെ ദാണ്ട് പ്ലാസ്റ്റിക് കോട്ടിയും പോയേക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചാലക കമ്പിയാണ്. സ്വിച്ച് ഓഫ് ഓഫ് ആണെങ്കിൽ എന്താണ്, അത് മുകളിലോട്ട് പൊങ്ങിയിരിക്കും. ഓഫ് ഇത് ഓണാണ്. ഓണും ഓഫും തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ സെല്ല്, ബാറ്ററി എപ്പോഴും എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് കേട്ടോ. എന്താ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമാണ്, നെഗറ്റീവ് ഇത് കണ്ടോ. അടുത്ത ബാറ്ററി എപ്പോഴും എന്താണ്, എങ്ങനെ
വെച്ചെങ്കിലേ പറ്റൂ. പോസിറ്റീവ് നെഗറ്റീവ്, അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് എന്നും പറഞ്ഞാണ് ഇങ്ങനെ പോകുന്നത്. പ്രകാശിക്കാത്ത ബൾബാണെങ്കിൽ അല്ലേ, ബൾബ് ഇരിക്കുന്നുണ്ടോ, എന്നാലേ പ്രകാശിക്കുന്ന ബൾബാണെങ്കിലോ ഈ പ്രകാശിക്കാത്തതാണെങ്കിൽ ഇങ്ങനെ, പ്രകാശിക്കുന്നതാണെങ്കിൽ അവിടെ സൂര്യൻ പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അടുത്തത് ബസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബസർ കണ്ടോ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ ബസർ അമക്കാന്നൊക്കെ കേട്ടാണ്ട് ഇതേ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങ് ക്ലൂ വെച്ച് ഓർത്തോണം. മിനി മോട്ടർ ഇതൊക്കെ അറിയായിരിക്കും മിക്കവാറും ഉള്ള കളിപ്പാട്ടങ്ങളിലെല്ലാം ഈ മിനി മോട്ടർ ഉണ്ട്, മിനി മോട്ടർ. എൽ ഇ ഡിക്ക് തണ്ടിങ്ങനെ ഒരു ആരോ സ്ട്രിപ്പ് കൊടുത്തേക്ക് കണ്ടോ. ഇതൊക്കെ നോക്കിക്കോണേ. അപ്പോൾ ചിഹ്നങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യനകത്തിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഗാർഹിക വൈദ്യുതിയെക്കുറിച്ച്, വൈദ്യുതി ഷോക്ക് അത് നമ്മൾ പറഞ്ഞു, ഷോക്ക് അടിക്കുന്നതിനെക്കുറിച്ച്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ജലം വൈദ്യുത ജനറേറ്റർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് മുമ്പ് ഏതെങ്കിലും മൂലയിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ഈ സാധനമാണ് അല്ലേ. പിന്നെ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി ആണ് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം കേട്ടോ, അതെല്ലാം ഇതിനകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനകത്തിലും അപ്പോൾ അത് വരുന്നുണ്ട്. ജലവൈദ്യുത നിലയം അല്ലേ, ജലവൈദ്യുത നിലയം. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കൂ നിങ്ങളെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയം. ഹൗ ഡു ജനറേഷൻസ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക്? ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളത് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. വൈദ്യുത നമ്മൾ എല്ലായിടവും നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന കറണ്ട് വരെയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് വർക്ക് യൂസിങ് ദ എനർജി ഒബ്റ്റെയിൻഡ് വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവേഴ്സ് ഓഫ് ഡാം ഫാൾ ഫ്രം എ ഹൈറ്റ്. അണ കെട്ടി, വലിയ അണക്കെട്ടുണ്ടല്ലോ, ഉയരത്തിൽ നിർത്തിയ വെള്ളം പൊക്കി ഉയരത്തിൽ കെട്ടിയിട്ട് താഴേക്കത് പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയണോ നിങ്ങൾ? എന്താ? Generators in hydroelectric power stations work using the energy obtained when water stored in reservoirs of dam fall from a height. അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത്. പിന്നോ ഞാൻ നമ്പർ തെറ്റിച്ചായിട്ടേക്കുന്നത്. രണ്ടാമത്തത്, ഇൻ ഡാമിൽ വാട്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ റിസർവേഴ്സ് ഈസ് ക്യാരിഡ് through pipe and made to fall forcefully and on to the turbine connected to a generator. പിന്നോ the force of a fall water rotate the turbines start to work and produce electricity. ഇതിങ്ങനെ ഉയരി പൊക്കത്തിൽ നിന്ന് താപ്പോട്ട് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിത് നിങ്ങളുടെ ടെസ്റ്റിൽ ഇംഗ്ലീഷുകാരുടെയും കിടപ്പുണ്ട്. ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. എൻ്റെ നോട്ട് നോക്കി നിങ്ങൾക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ജലവൈദ്യുത നിലയം നമ്മൾ എങ്ങനെയാണ് വൈദ്യുതി ഇലക്ട്രിക് ലൈനിൽ എങ്ങനെയാണ് ചോദ്യം എന്തായിരുന്നു നിങ്ങൾ? ജലവൈദ്യുത നിലയത്തിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ എഴുതണം കേട്ടോ. പിന്നെയോ അവർ വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് ജനറേറ്ററുമായിട്ട് ഇതങ്ങ് ബന്ധിപ്പിച്ച് ടർബൈനുകളിലേക്ക് ഇത് വീഴ്ത്തുന്നു. ഈ ടർബൈൻ പെട്ടെന്ന് തിരിഞ്ഞ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ ഈ ഇംഗ്ലീഷ് പുസ്തകക്കാരെ വേണമെങ്കിൽ ഞാനൊന്ന് ഇത് കാണിക്കാം കുഞ്ഞുങ്ങളെ. കണ്ടോ, നിങ്ങളിത് കണ്ടിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണേ കുഞ്ഞുങ്ങൾക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, അതുകൊണ്ടാണ്. പിന്നെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ ഈ തപ്പിയെടുത്തത്. എന്നാലും ഒരു 100% ക്വസ്റ്റ്യനും ഞാനിതിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകൾ. നമ്മളിപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ പഠിപ്പിച്ചത്. വെള്ളത്തിലൂടെ ഉണ്ടാക്കാവുന്ന. ഇനി വെള്ളത്തിലൂടെ മാത്രമാണോ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്നത്? വാട്ട് ആർ ദ അതർ പോസിബിലിറ്റീസ് ഓഫ് ഇലക്ട്രിക് പവർ ജനറേഷൻ? അല്ല. തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, താപവൈദ്യുത നിലയം. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്, ആണവോർജ നിലയം. വിൻഡ് മില്ലുകളുണ്ട്, കാറ്റാടി പാടങ്ങളുണ്ട്. സോളാർ പാനലുകളുണ്ട് അല്ലേ, സോളാർ പാനൽ. ടൈഡൽ വേവ്, വേലിയേറ്റ തിരമാല. നമുക്ക് ഇഷ്ടമുള്ള, പിന്നെ ടെസ്റ്റിലും കുറേ പിക്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണേ നിങ്ങളെ. വാട്ട് ആർ ദ അതർ പോസിബിലിറ്റീസ് അല്ലേ, പോസിബിലിറ്റീസ് ഓഫ് ഇലക്ട്രിക് പവർ ജനറേഷൻ, ഇലക്ട്രിക് പവർ ജനറേഷൻ അല്ലേ, വൈദ്യുതി ഉൽപ്പാദനത്തിലുള്ള മറ്റ് സാധ്യതകൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വിച്ച് ആർ ദ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റ്. വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ
നമ്മൾ പിന്നെ വൈദ്യുതി പാഴാക്കുന്ന കാര്യത്തിൽ നമ്മളില്ലേ എഴുന്നേറ്റ് ഒരു മുറിക്കകത്തിലോട്ട് കയറുമ്പോൾ ആദ്യം നമ്മൾ ലൈറ്റും ഫാനുമാണ് ഇടുന്നത് അല്ലേ. എന്നിട്ടോ ചിലപ്പോൾ ഒരു 50 വട്ടം ഇവിടുന്ന് എഴുന്നേറ്റ് പോകത്തില്ലേ. നമ്മൾ എഴുന്നേറ്റ് പോകും വരും, അന്നേരം എണീച്ച് പോകുമ്പോഴെല്ലാം ഈ ലൈറ്റും ഫാനും അടച്ചിട്ടാണോ നമ്മൾ പോകുന്നത്? അല്ല. ഇലക്ട്രിക് ലൈറ്റ് ആർ കെപ്റ്റ് വർക്കിംഗ് ഈവൻ അറ്റ് ഡേ ടൈം. പകൽ സമയത്ത് വൈദ്യുത വിളക്കുകൾ കത്തിക്കുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും മുറിയിലോട്ട് കയറുമ്പോഴായാലും മിക്കവാറും നമ്മുടെ റോഡിലെ ബൾബുകളെല്ലാം മിക്കപ്പോഴും കത്തിക്കിടക്കുന്നതൊക്കെ ആയിരിക്കും കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താ അതിന് കാരണം എന്ന് പറയുക, ഈ റോഡിലൊക്കെ പോസ്റ്റിലായിരിക്കും എൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ആരെങ്കിലും ചെന്ന് അടച്ചെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, അത് അടയ്ക്കത്തുള്ളൂ. മിക്കവാറും ആരും അടയ്ക്കത്തില്ല, അതുകൊണ്ട് അതിങ്ങനെ കിടക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെയാണ്. പിന്നെ ടി വി, ഫാന്, ബൾബ് എക്സെട്ര ആർ കെപ്റ്റ് വർക്കിംഗ് ഈവൻ നോബഡി ഇൻ ദ റൂം. ടി വി, ഫാന്, ബൾബ് എന്നിവ ആവശ്യമില്ലാതെ നമ്മൾ ഓണാക്കി ഇടുക എന്ന ശീലവും നമുക്കുണ്ട് അല്ലേ. അപ്പം വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്. അപ്പം നിങ്ങളത് വൈദ്യുതി പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യന് കേട്ടോ, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യന്. അപ്പം മൂന്നാമത്തെ പാഠത്തിൻ്റെ ഏകദേശം ഒരു 90% ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങൾ വൃത്തിയായിട്ടിരുന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. എക്സാം വരുന്നുണ്ട്, ഇത് നല്ലപോലെ പഠിച്ച് നിങ്ങൾ മാർക്ക് മേടിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. ലൈക്കിങ് കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ അടുത്ത 4ാമത്തെ ചാപ്റ്റർ ഇടാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.